വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. അതെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പറഞ്ഞോളൂ. ജനുവരി 11 അതുകൊണ്ട് കൊല്ലവർഷം 1200, ധനു 27. പക്ഷേ അതല്ല പ്രത്യേകത. ക്രിസ്റ്റീന ചെറിയാൻ, നമ്മുടെ മോർണിംഗ് വാക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ക്രിസ്റ്റീന ചെറിയാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം മോർണിംഗ് വാക്കിനായി ഇറങ്ങിയിരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതെ, ഞാനും ഒരു ഗ്യാപ്പിന് ശേഷം അയാളുടെ ഒരു അല്പം എന്താ പറയാ, നമ്മൾ അതുമായിട്ട് ഒരു ടച്ച് വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർദ്ധിത വീര്യത്തോടു കൂടി വീണ്ടും തിരിച്ചു വരണം. അപ്പൊ വർദ്ധിത വീര്യത്തോടു കൂടി ആഗോള മലയാളികളെ 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കിൻ, നടക്കിൻ, നല്ല ഭക്ഷണം കഴിപ്പീൻ, ചീത്തശീലങ്ങൾ ഉപേക്ഷിപ്പീൻ. നമ്മുടെ മാനസിക ശാരീരിക ആരോഗ്യം നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 24 വാർത്താ ചാനലിന്റെ മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സുപ്രഭാതം. ഇപ്പോഴാണ് ഓക്കെ ആയത്. അപ്പൊ ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നമ്മുടെ ഡേറ്റ് എന്ന് പറയാം അല്ലെ. ഇന്ന് 2025 ജനുവരി 11 ശനിയാഴ്ചയാണ്. കൊല്ലവർഷം 1200, ധനു 27. യെസ്. അപ്പോ എത്ര പ്രേക്ഷകർ റെഡിയായി മോർണിംഗ് വാക്കിന് ജോഗിങ്ങിനായി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ കമന്റുമായി എത്തുക. നമ്മൾ വാർത്താ യാത്ര ആരംഭിക്കുകയാണ്. ഒരു നടത്തം, ഒപ്പം ഒരുപാട് വാർത്തകൾ, വിശേഷങ്ങൾ. റെഡിയല്ലേ? അതെ. യെസ്. അപ്പോ നമ്മുടെ മോർണിംഗ് വാക്കിനായി നമുക്ക് നമ്മുടെ യാത്ര അല്ലെങ്കിൽ നടത്തം ആരംഭിക്കാം അല്ലെ. എവിടെയാണ് നമ്മുടെ മോർണിംഗ് വാക്കിനായി നമ്മൾ എത്തിയിട്ടുള്ള കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല. അപ്പൊ അത് ഓൾറെഡി നമ്മൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അത്രമാത്രം സുന്ദരമായ സ്ഥലമായതുകൊണ്ട് ഒരുപാട് ഇടങ്ങൾ കാണിക്കാനുണ്ട്. കഴിഞ്ഞ വർഷമാണ്. അപ്പൊ ആ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഈ സ്ഥലത്തിന് എന്ത് മാറ്റങ്ങളൊക്കെ ഉണ്ടായി? കഴിഞ്ഞ വർഷം ഒരു 1.5 മാസം മുൻപല്ലേ ജി? അതെ, എന്നാലും കഴിഞ്ഞ വർഷമാണല്ലോ. കഴിഞ്ഞ വർഷം തന്നെയാണല്ലോ. ബുദ്ധി അതിബുദ്ധി. മണ്ണുക്കാവ് വാക്ക്വേ എന്ന് പറയുന്ന ആ വാക്ക്വേയിലാണ് നമ്മുടെ നടത്തം. തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളുടെ ഒരു അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഈ വാക്ക്വേ. വളരെ മനോഹരമായിട്ട് ഇവിടുത്തുകാർ അത് സൂക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ കൗൺസിലറൊക്കെ നമ്മളന്ന് പരിചയപ്പെട്ടാണ്. മുൻ കൗൺസിലർ ഇതിന് നേതൃത്വം നൽകിയ ആളെയൊക്കെ നമ്മളന്ന് പരിചയപ്പെട്ടതാണ്. അപ്പൊ ആ മണ്ണുക്കാവ് വാക്ക്വേയിൽ നടത്തം നമ്മൾ ആരംഭിക്കുന്നു. ഇവിടെ ഒരുപാട് കാഴ്ചകൾ വഴിയെ നിങ്ങൾക്ക് കാണാൻ കഴിയണം. മാത്രമല്ല അത് രാവിലെ തന്നെ പലരും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പോകെ കൂടുതൽ ആൾക്കാർ നമ്മുടെ മോർണിംഗ് വാക്കിനൊപ്പം ചേരും എന്ന പ്രതീക്ഷയോടുകൂടെ ആദ്യ വാർത്തയിലേക്ക് പോകാം. ആദ്യ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന, നമുക്കേറെ സന്തോഷവും അഭിമാനവും ഒക്കെ നൽകുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല ക്രിസ്റ്റീന ചെറിയാൻ കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ക്രിസ്റ്റീന ചെറിയാൻ മോർണിംഗ് വാക്കിൽ നിന്നൊക്കെ മാറി നിന്നത് എന്നതിന് ഉത്തരം കൂടി ആവുന്നത്. കാരണം ഇന്നൊരു ബിസിനസ് കോൺക്ലേവ് നടക്കുന്നു 24-ന്റെ. അതൊരു വലിയ മെഗാ ഇവന്റ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ക്രിസ്റ്റീന ചെറിയാൻ. അങ്ങനെയില്ല, നമ്മളതൊരു വലിയ ടീമാണ് അതിന്റെ പിന്നാലെ പ്രവർത്തിക്കുന്നത്. അപ്പോ രാജ്യമെമ്പാടും നിന്നുള്ള സാമ്പത്തിക വിദഗ്ധർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ ഇന്ന് കൊച്ചിയിൽ ഒത്തുചേരുകയാണ്. അപ്പോ അവിടെ വന്ന് അവര് വിവിധ വിഷയങ്ങളിലുള്ള പാനൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ കണ്ടന്റ് ലോഞ്ച് നടത്തുന്നത് നമ്മുടെ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലാണ്. ഒന്ന് ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാന മന്ത്രിയാണ്, മറ്റൊന്ന് കേന്ദ്ര മന്ത്രിയാണ്. അപ്പൊ രണ്ടുപേരുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് അപ്പൊ തന്നെ എന്താണ് ഇതിന്റെ ഒരു ലെവൽ എന്ന് മനസ്സിലായില്ല. വലിയൊരു മെഗാ ഇവന്റ് തന്നെയാണ്. ആധുനിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ട നൂതന ആശയങ്ങളും നേതൃപാഠവും വളർത്തുക എന്നതാണ് ലക്ഷ്യം. 24 സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവ് ആണ് ഇന്ന് കൊച്ചിയിൽ നടക്കുക. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ കോണ്ടന്റ് ലോഞ്ച് ചെയ്യും. പുത്തൻ ആശയങ്ങൾ പങ്കുവെക്കുന്ന വ്യത്യസ്ത സെഷനുകൾ, നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെമ്പാടുമുള്ള വിദഗ്ധരാണ് ഈ വിഷയാവതരണവുമായി ഇന്ന് ഇവിടെ എത്തുക. ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047 എന്നതാണ് മറ്റൊരു സെഷൻ അല്ലെ. ആർ വി ഓൺ ട്രാക്ക്? 2047ഓടെയുള്ള വികസനത്തിൽ, വികസിത ഭാരതം എന്ന ആ ഒരു ആശയത്തിലേക്ക് നമ്മൾ ശരിയായ പാതയിലാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ IPO, പ്രാഥമിക ഓഹരി വിൽപ്പന, അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളുണ്ട്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. അതെങ്ങനെയാണ് ബിസിനസ്സുകളെ മാറ്റുന്നതെന്ന് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, MPമാരായ ഡോക്ടർ ശശി തരൂർ, ഹൈബി ഈഡൻ, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം, ഇന്ത്യയുടെ മുൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ എന്നിവർ കോൺക്ലേവിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാകും. ഗ്രാൻഡ് ഹയാത്തിൽ നടക്കുന്ന കോൺക്ലേവിൽ രജിസ്ട്രേഷനിലൂടെയാകും പ്രവേശനം. എന്തായാലും ആ രജിസ്ട്രേഷൻ ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. KLM ആക്സിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഈ കോൺക്ലേവ് നടത്തുന്നത്.
അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയ വാർത്തകൾക്കും അതായത് പലപ്പോഴും നമ്മൾ പല വാർത്തകളും അതിൻ്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ചർച്ചകളിലേക്ക് കൂടെ പോകണം എന്നുള്ളതിന് ഒരു വാർത്താ മാധ്യമം നൽകുന്ന ദിശാസൂചികയാണിത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമ്മൾ ഈ പറയുന്നത് പോലെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ ഒരിക്കലും അത് ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കരുത്. GDP എന്ന് പറയുമ്പോൾ പോലും എന്റെയും പ്രജിന്റെയും നമ്മുടെ കൂടെയുള്ള ഈ ക്രൂവിന്റെയും നമ്മുടെ ഒക്കെ ആ വരുമാനത്തിന്റെ മൊത്തം തുകയാണ് GDP എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ചെറിയ യൂണിറ്റുകളും നമ്മളെ എങ്ങനെ സ്വാധീനിക്കും, നമ്മുടെ ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താം, ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ 24 കടക്കുന്നു എന്നതിന്റെ ഒരു തുടക്കം മാത്രമാണ്. എക്കണോമിക്സ് സമ്പദ് വ്യവസ്ഥ വന്നപ്പോഴത്തേക്കും ക്രിസ്ത്യൻ ചെറിയന്റെ ആ ഉണർവ് കണ്ടോ? അതെ. അപ്പൊ ഇന്നിപ്പം അവിടെ നമുക്ക് കാണാം എന്തായാലും വലിയൊരു ഇവന്റ് നടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത്രമാത്രം പ്രഗത്ഭരായ പ്രമുഖരായ ആളുകൾ ഈ കോൺക്ലേവിന്റെ ഭാഗമായി ഇന്ന് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ എത്തുകയും ചെയ്യും. നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബോംബെ ഓഹരി വിപണിയുടെയും ഒക്കെ മേധാവികളൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാനൽ എന്ന് പറഞ്ഞാൽ വളരെ സമ്പുഷ്ടമായ ഒരു പാനലാണ്. വിദഗ്ധർ ഓരോ വിഷയത്തിലും ആഴത്തിൽ കാര്യങ്ങൾ, അതും സാധാരണക്കാർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. യെസ്, അത് മാത്രമല്ല ആദ്യത്തെ സെഷൻ അത് ഡെവലപ്ഡ് ഇന്ത്യ ബൈ 2047 നമ്മുടെ 100 വർഷം അല്ലെ, സ്വാതന്ത്ര്യത്തിന് 100 വർഷം ആഘോഷിക്കുന്ന സമയത്ത് എന്തായിരിക്കണം ഇന്ത്യ എന്നൊക്കെയുള്ള ആ കാഴ്ചപ്പാടുകളൊക്കെ ഇന്ന് അവിടെ എത്തുന്നവർ എന്തായിരിക്കണം ഇന്ത്യ എന്നാൽ എന്തായിരിക്കണം നമ്മൾ എന്നാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ രാജ്യ വികസനം എന്നൊക്കെ പറയുമ്പോൾ അത് ആരുടെയോ ചുമതലയാണെന്ന് വിചാരിക്കും. അല്ല, നമ്മൾ ഓരോരുത്തരുടെയും ചുമതലയാണ്. നമ്മൾ ഓരോരുത്തരും അതിന്റെ ഭാഗമാണ്. നമ്മുടെ മനോഭാവത്തിലൊക്കെ മാറ്റം വരാനുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ശ്രദ്ധിക്കാം ഇത്തരം കാര്യങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ബുള്ളറ്റിനുകളിലേക്ക് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. അതങ്ങ് പഞ്ചാബിൽ നിന്നാണ്. നമ്മളെ ഒന്ന് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി MLA വെടിയേറ്റു മരിച്ചു എന്നതാണ് വാർത്ത. ലുധിയാന വെസ്റ്റ് MLA ഗുർപ്രീത് ഗോഗിയാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. അത് എന്തായാലും ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇപ്പോ വിശദീകരണം വന്നിട്ടുണ്ടല്ലോ, ഇത് അബദ്ധത്തിൽ വെടിയേറ്റതാണെന്ന്. എന്താണ് ശരിക്കും സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. പഞ്ചാബിൽ നിന്നും ഒരു ദുഃഖ വാർത്ത അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് ഇന്ന് രാവിലെ എന്നുള്ളത് ഏറെ നിർണായകമാണ്. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് MLA ഗുർപ്രീത് ഗോഗി ബസി അദ്ദേഹം വെടിയേറ്റ് മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹത്തെ തുടർന്ന് അടുത്തുള്ള DMC ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തന്നെ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് അറിയിക്കുന്നത്. തലയിൽ വെടിയേറ്റ നിലയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വെടിയേറ്റ് മരിച്ചു എന്ന പ്രാഥമികമായ നിഗമനമുണ്ടെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് അടക്കമുള്ള ഉന്നതർ ഈ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് എന്നാണ് കുടുംബാംഗങ്ങൾ അറിയിക്കുന്നത്. അബദ്ധത്തിൽ വെടി ഏൽക്കുകയായിരുന്നു എന്നുമാണ് കുടുംബാംഗങ്ങളുടെ വിശദീകരണം. എന്നാൽ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2022 ഈ പഞ്ചാബ് നിയമസഭയിലേക്ക് ഗുർപ്രീത് ഗോഗി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ അടുത്ത ഇടെയായി പാർട്ടിയുമായും അദ്ദേഹം ചെറിയ തോതിൽ അകൽച്ചയിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് 2022 അദ്ദേഹം തന്നെ തറക്കല്ലിട്ട വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ കഴിഞ്ഞ വർഷം 2024 ആ ഇട്ട തറക്കല്ല് അദ്ദേഹം തകർത്ത സംഭവം ഉണ്ടായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായി ഈ പഞ്ചാബ് സ്പീക്കർ കുൽത്താർ സിംഗ് സദ്വാനെ കാണുകയും അടുത്തിടെ പ്രഖ്യാപിച്ച ശുചീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. MP സന്ത്ബാബ ബൽബീർ സിംഗുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. കൂടാതെ ഇന്നലെ വൈകിട്ടോടുകൂടി സമീപത്തുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രാചീൻ ശീത്ല മാതാ മന്ദിർ സന്ദർശിക്കുകയും ഈ ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട വെള്ളി ആഭരണങ്ങൾ അത് തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ ഉണ്ടാകും എന്ന്
വിശ്വാസികൾക്ക് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അത്യന്തം ദുരൂഹത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മരണകാരണവും തുടർന്ന് മറ്റ് വിശദാംശങ്ങളും പുറത്തുവരിക എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി ബൽറാം, ഏറ്റവും പുതിയ വിവരങ്ങളുമായി വീണ്ടും നമ്മോടൊപ്പം ചേരുക. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. യെസ്, നമുക്കിനി ഒന്ന് ഇടുക്കി വരെ പോകണം. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പെട്ടെന്ന് കിടക്കുന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിലാണ് ടൗണിൽ തീപിടുത്തം ഉണ്ടായത്. പശുമല കവലയിലുള്ള KR ബിൽഡിംഗിലാണ് തീപിടിച്ചത്. 5 കടകളും ഒരു കമ്പ്യൂട്ടർ സെന്ററും ഡ്രൈവിംഗ് സ്കൂളും കത്തി നശിച്ചു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കട്ടപ്പനയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന വാർത്ത അത്ര നല്ലതല്ല. എപ്പോഴായിരുന്നു സംഭവം? തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധ്യമായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർക്കാണല്ലോ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കൃഷ്ണപ്രജിൻ, ഗുഡ് മോർണിംഗ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷോർട്ട് സർക്യൂട്ട് ആകാം തീപിടുത്തം ഉണ്ടാകാൻ കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം. തീ ഉയരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ടൗണിലുണ്ടായിരുന്ന രാത്രിയിലുണ്ടായിരുന്ന ആളുകൾ ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 5 കടകളും ഒരു ഡ്രൈവിംഗ് സ്കൂളും അതുപോലെ ഒരു കമ്പ്യൂട്ടർ സെന്ററുമാണ് കത്തി നശിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഇതിനോടകം തന്നെ കണക്കാക്കിയിട്ടുണ്ട്. എന്തായാലും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ശരി, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ തീ അണച്ചതുകൊണ്ട് മറ്റ് അപകടങ്ങളില്ല. എന്നാലും നിരവധി പേർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചു. എന്തായാലും ആ നഷ്ടം മറികടക്കാൻ ഇൻഷുറൻസ് ഒക്കെ കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ നഷ്ടം മറികടക്കാൻ അവർക്ക് എത്രയും പെട്ടെന്നാവട്ടെ. അതേപോലെ തന്നെ കാരണവും വിശദമായ വിവരങ്ങളും വരാനിരിക്കുന്നതേ ഉള്ളൂ. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോകും അല്ലേ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ക്രിസ്റ്റീന ചെറിയാൻ എവിടെയായിരുന്നു എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ പ്രേക്ഷകരുടെ പേര് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ദിലീപ് PC, മലബാർ വാലി. ഇന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1922 ജനുവരി 11 14-കാരനായ ലിയനോഡ് തോംസൺ പ്രമേഹത്തിനുള്ള ചികിത്സയായി ഇൻസുലിൻ കുത്തിവയ്പ് സ്വീകരിച്ച ആദ്യത്തെ വ്യക്തിയായി എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ദിലീപ് PC നടത്തുന്നത്. താങ്ക് യു ദിലീപ്. എല്ലാ ദിവസവും ഒരു വിവരം നമ്മളുമായി പങ്കുവെക്കാറുണ്ട്. ഷീജ MK, ആരിഫ് MB, അബ്ദുള്ള MK, നമ്മുടെ മിനി ചേച്ചി, പിന്നെ ലേസിയസ്റ്റ് ക്വീൻ, ഓലഞ്ഞാലി കുരുവി ഹലോ എന്നൊക്കെ പറയുന്നു. അപ്പൊ പ്രജിൻ പാട്ടുകാരനായതുകൊണ്ടാവാം. മിനി ചേച്ചി പറയുന്നു, ഞങ്ങളോടൊന്ന് പറയണ്ടേ കുടുംബത്തിൽ നിന്ന് പോകുമ്പോൾ. നമ്മുടെ ബിസിനസ് കോൺക്ലേവിന് ആശംസകളുണ്ട് കേട്ടോ. രാജ്യത്തിന്റെ വികസനത്തിൽ മാധ്യമങ്ങളും ഒരു ഭാഗമാകട്ടെ. 24-ന് എല്ലാ ആശംസകളും എന്ന് അമ്പിളി അനിലാണ് ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വികസനത്തിന് മാധ്യമങ്ങൾ ഭാഗമാകണമെങ്കിൽ ജനങ്ങളും അക്കാര്യത്തിൽ മാധ്യമങ്ങളോടൊപ്പം നിൽക്കണം. കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ സംപ്രേഷണം ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ കാണണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ വഴിയിലേക്ക് പോകാൻ പറ്റൂ. ഭൈരവൻ പറയുന്നു, ശുഭദിനം പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. സാമ്പത്തിക വ്യവസ്ഥ മാത്രം പുഷ്ടിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ബൗദ്ധികപരമായും ഏറെ പുരോഗമിക്കാറുണ്ട്. തുടക്കം കുറിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത്രയും കാര്യങ്ങൾ കൂടി ചർച്ചയുടെ ഞാൻ പറഞ്ഞിരുന്നു, ബൗദ്ധികം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമ്മുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റം വരാനുണ്ട്. അത് നമ്മൾ സ്വീകരിച്ചേ മതിയാകും. അപ്പൊ ഈ അസഹിഷ്ണുതയും അനാവശ്യമായ ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ മാറ്റിവെച്ച് കൃത്യമായ വികസനം ചർച്ച ചെയ്യാൻ നമ്മൾ ഓരോരുത്തർക്കും ആകണം. നമുക്ക് എന്താണ് ആവശ്യം അത് ഭരണകൂടത്തിലേക്ക് എത്തിക്കണം. നമ്മൾ അർഹിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്ന ഒന്നുകൂടെ ഞാൻ എനിക്കൊന്ന് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴേ ഒരുപക്ഷെ കുറച്ചെങ്കിലും പ്രേക്ഷകർ തെറ്റിദ്ധരിച്ച് കാണും. ഏതെങ്കിലും ഒരു മേഖലയിലുള്ള വികസനത്തെ കുറിച്ചല്ല, ഇൻക്ലൂസീവ് ആയിട്ട് നമ്മുടെ എല്ലാ മേഖലകളും ഒരുമിച്ച് വികസിക്കുമ്പോഴാണ് രാജ്യം വികസിക്കുക. അല്ല, മേഖലകൾ വികസനം എന്ന് പറയുന്നത് ആത്യന്തികമായി വരുന്നത് ആരിലേക്കാണ്? നമ്മൾ ഓരോരുത്തരിലേക്കുമാണ്. അതായത് രാജ്യം വികസിക്കുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ ഓരോ പൗരനും ലഭിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. അതിലേക്കുള്ള ഒരു യാത്രയാണ്. പ്രേക്ഷകർ തീർച്ചയായും ഇത്തരം യാത്രയിൽ ഞങ്ങളോടൊപ്പം നിൽക്കണം. ചിലരൊക്കെ പറയാറുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. അതൊരു അലങ്കാരമായി അല്ലെങ്കിൽ ഭൂഷണമായി എടുക്കരുത്. എല്ലാവരും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെയൊക്കെ അരി വാങ്ങിക്കാനുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതം മെച്ചപ്പെടണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങള് നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ നേടാൻ വരണം. അതെ, ഇത് എന്റെ ഒരു ക്യാമ്പയിനാണ്. എന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമാണ് ജനങ്ങളെ ആ ഒരു ജനങ്ങളെ ആ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോ നമ്മുടെ മണ്ണുക്കാവ് വാക്കുവിൽ നമ്മുടെ നടത്തം ഇങ്ങനെ തുടരുന്നുണ്ട്. നിങ്ങൾ എത്ര പേർ ഇറങ്ങിയെന്നൊക്കെ പറയുക. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞ ഒരു ദിവസം മുൻപേ അറിഞ്ഞ ആ വിയോഗ വാർത്തയിലാണ്. അതിന്റെ അപ്ഡേഷനിലേക്ക് നോക്കാം.
അന്തരിച്ച ഭാവഗായകൻ പി ജയചന്ദ്രന്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. ഉച്ചകഴിഞ്ഞ് 3:30 ചേന്ദമംഗലത്തെ പാലി തറവാട്ട് വീട്ടുവളപ്പിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പൂങ്കുന്നത്തെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെയായിരിക്കും പറവൂരിലേക്ക് കൊണ്ടുപോവുക. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൂരജ്, വളരെ അപ്രതീക്ഷിതമായാണ് ഭാവഗായകന്റെ വിടവാങ്ങൽ. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയായിരിക്കുമെന്ന്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ക്രിസ്റ്റിന, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂങ്കുന്നത്തെ നിലവിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്, ജയചന്ദ്രൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഈ വീട്ടിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം അദ്ദേഹത്തിൻ്റെ തറവാടായിട്ടുള്ള എറണാകുളം പറവൂർ ചേന്ദമംഗലത്തെ പാലിയത്ത് തറവാട്ടിലേക്ക് കൊണ്ടുപോകും. 8 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെടും എന്നുള്ളതാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാവിലെ 6 മണിയാകുന്നു. ആ സമയം മുതൽ തന്നെ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൂങ്കുന്നം ഗ്രാമത്തെ എല്ലാം സംബന്ധിച്ച് ഏറെ അടുപ്പം പി ജയചന്ദ്രനുമായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വൈകുന്നേരങ്ങളിൽ നടക്കാനിറങ്ങുന്ന സമയത്ത് ഈ ആളുകളുമായി പാട്ടുകൾ പാടുന്നു, പലപ്പോഴും ഈ പാട്ട് ചർച്ചകൾ നടത്തുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരുമായെല്ലാം വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ച് വലിയ അടുപ്പം ഇദ്ദേഹവുമായി ഉണ്ടായിരുന്നു. ആ അടുപ്പം തന്നെയാണ് ഇന്നലെ മുതൽ ഈ മരണവാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നവർ എല്ലാവരും തന്നെ പ്രകടിപ്പിക്കുന്നത്. ഇന്നലെ എത്തിയ പ്രമുഖരാകട്ടെ, സുജാത മോഹനൊക്കെ ഈ സങ്കടം അടക്കി പിടിക്കാതെ വലിയ വൈകാരികമായി വിങ്ങിപ്പൊട്ടുന്നതെല്ലാം നമ്മൾ ഇന്നലെ കണ്ടതാണ്. MG ശ്രീകുമാർ ആകട്ടെ, അതോടൊപ്പം തന്നെ നടൻ മമ്മൂട്ടി എത്തി. അങ്ങനെ തുടങ്ങി എത്തുന്ന ആളുകളെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം തന്നെ വലിയ ദുഃഖം തന്നെയാണ് അവരെല്ലാവരും രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 8 മണി വരെ ആയിരിക്കും ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുള്ളിൽ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പഠിച്ച ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് 8:30 ഒരു പൊതുദർശനം നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു കർമ്മമണ്ഡലം എന്ന് പറയാവുന്ന ഇരിങ്ങാലക്കുടയായിരുന്നു. ജനിച്ചത് എറണാകുളത്തായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലൊക്കെയായിരുന്നു ഇദ്ദേഹം വിദ്യാഭ്യാസം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടക്കാരെ സംബന്ധിച്ച് അവിടെ ഒരു പൊതുദർശനം വേണമെന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം മുതൽ അവർ ഉന്നയിച്ചതിരുന്നതാണ്. ആ ആവശ്യത്തോട് കുടുംബം അനുഭാവപൂർവ്വമായ ഒരു നിലപാട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് 8:30 ഇന്ന് രാവിലെ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പൊതുദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ഈ ചേന്ദമംഗലത്തെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുക. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. തൻ്റെ സംസ്കാര ചടങ്ങുകൾ ഈ തറവാട്ട് വീട്ടിൽ നടത്തണം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് നേരത്തെ കുടുംബാംഗങ്ങളുമെല്ലാമായി പങ്കുവച്ചിരുന്നു. ഇന്നലെ അതുകൊണ്ട് സംസ്കാരം നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ ഈ തറവാട് വീടിനോട് ചേർന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയാത്തതിനാലാണ് ഇന്നത്തേക്ക് അത് മാറ്റിയത്. കാരണം ഇന്നലെയൊക്കെ വലിയ തിരക്കായിരുന്നു. അതുവരെ എത്തുക എന്നുള്ളത് ഈ കാണാനെത്തുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് അതുവരെ എത്തുന്നത് അസാധ്യമായതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് സംസ്കാരം മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര പുറപ്പെടുക. ഏറെ വൈകാരികമായാണ് തൃശ്ശൂർ അദ്ദേഹത്തിന് വിട ചൊല്ലാൻ ഒരുങ്ങുന്നത്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, യെസ്, അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്രയോ ഗാനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, ഒന്നിനെ പിറകെ ഒന്നായി, അല്ലേ? കാരണം പാടി വെച്ച പാട്ടുകൾ അമ്മാതിരി പാട്ടുകളാണെന്ന് പറയാം. മറ്റാർക്കും ആ രീതിയിൽ അത്രമാത്രം ഭാവപൂർണമായി പാടുക അത് സാധ്യമാണോ അറിയില്ല. കാരണം വെച്ചാൽ പാട്ടുകളിൽ ഭാവം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരു ഗാനമാണെങ്കിൽ സംഗീതാത്മകമായി മ്യൂസിക്കലി നമുക്ക് അതിന് ഭാവം കൊണ്ടുവരാം. അതിലെ വാക്കുകൾ, അതിലെ സാഹിത്യത്തിന് ഭാവം കൊണ്ടുവരാം. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ആൾ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ ചുരുക്കമാണ്. അതിലേറ്റവും അഗ്രഗണ്യനായിരുന്നു ജയേട്ടൻ എന്നുള്ളതാണ്. വാക്കുകളിൽ ഓരോ വാക്കുകൾക്കും കൊടുക്കേണ്ട എക്സ്പ്രഷൻ എന്താണെന്ന് കൃത്യമായി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതേ സമയത്ത് തന്നെ അതിൻ്റെ സംഗീതാത്മകത, അതിൻ്റെ മ്യൂസിക്കൽ വാല്യൂ ഒട്ടും ചോരാതെ രീതിയിൽ അത് തനതായ രീതിയിൽ പാടുന്നു, തൻ്റെതായ ശൈലിയിൽ പാടുന്നു എന്നുള്ളതാണ് ജയേട്ടൻ വ്യത്യസ്തനാക്കുന്നത്. പലരും നല്ല ശബ്ദമൊക്കെ ഉള്ളവർ പാട്ട് പാടുന്നവര് പലപ്പോഴും ആ ഭാവം ഇല്ലാത്തത് കൊണ്ട് ആ പാട്ടിനൊരു ജീവൻ ഇല്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ പ്ലെയിൻ ആയിട്ടൊരു പാട്ട് എന്ന് തോന്നാറുണ്ട്. പക്ഷെ അദ്ദേഹം പാടുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ട് നമുക്ക് സമ്മാനിച്ചാണ് ജേട്ടൻ മടങ്ങുന്നത്. എന്താണ് പറയുക, ഫിസിക്കലി അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടാവില്ലെങ്കിൽ കൂടി പാട്ടുകൾ അത് അനശ്വരമാണല്ലോ. അത് എത്ര കാലം വേണമെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. പുതിയ ജനറേഷനുകൾക്കൊക്കെ വലിയ പ്രചോദനമായി ജയേട്ടൻ്റെ പാട്ടുകൾ എന്നും മുഴങ്ങട്ടെ. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ പാടാൻ തോന്നുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ടു പെട്ടെന്നൊരു പാട്ട്, ഈ ഓലഞ്ഞാലിക്കുള്ളി, നമ്മുടെ ലേസിയസ്റ്റ് ക്വീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അത് രണ്ടുപേരും മൂളാം. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയും മാത്രം റിസ്ക് ആണ്. എങ്കിലും 2 രൂപ പാടാം. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരൂ നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി,
നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷിത്തണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലൂ നനയും ഞാനാദ്യമാ. ഓലിഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ഗംഭീരം. അപ്പോ ഗംഭീരമല്ല. ഭാവഗായകന് അർഹിക്കുന്ന ഒരു ആദരമാണ് ആ പാട്ടിലൂടെ ഒരുക്കിയത്. നമുക്കിനി അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അപ്പൊ പത്തനംതിട്ടയിൽ നിന്ന് എന്തോ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ കാത്തുനിൽപ്പുണ്ട്. പത്തനംതിട്ട പോക്സോ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പീഡനത്തിനിരയായ പെൺകുട്ടി പ്രതികളെ ബന്ധപ്പെട്ടത് അച്ഛന്റെ ഫോണിൽ നിന്നാണെന്നാണ് ഇപ്പോൾ വരുന്ന വെളിപ്പെടുത്തൽ. ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരനാണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശ്രീത്ത് ഈ വാർത്ത പുറത്തുവിട്ടത്. വലിയൊരു ഞെട്ടലുണ്ടാക്കിയ വെളിപ്പെടുത്തലാണ്. 60-ൽ ഏറെ ആളുകൾ പീഡിപ്പിച്ചു എന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. അതിലിപ്പോൾ ഈ പരിശീലകരുണ്ട്, സഹ കായിക താരങ്ങളുണ്ട് എന്നൊക്കെയുള്ള പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2 വർഷത്തിനിടയിലാണ് 60-ലേറെ പേർ പീഡിപ്പിച്ചത് എന്നൊരു വെളിപ്പെടുത്തൽ കൂട്ടി നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഒപ്പം ഈ കേസിന്റെ പോക്കെങ്ങനെയാണ്? ഈ സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിൽ പല മേഖലകളിലും ഈ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളും ഒക്കെ ആയി ചേർന്ന് ഒരു സർവേയും അതുപോലെ തന്നെ ഗൃഹസന്ദർശനവും ഒക്കെ നടത്താറുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മേഖലയിൽ, പത്തനംതിട്ട ജില്ലയിലെ ഒരു മേഖലയിൽ നടത്തിയ സർവേ ഇത്തരത്തിലുള്ള ഗൃഹസന്ദർശനത്തിലാണ് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അതിനുശേഷം ആ പെൺകുട്ടി വളരെ കൃത്യമായ രീതിയിൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. തനിക്ക് സംസാരിക്കണം, ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറയുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് CWCയെ ഈ സന്നദ്ധ സംഘടന ബന്ധപ്പെടുന്നത്. എന്തായാലും ആ സന്നദ്ധ സംഘടന അധികൃതർ CWCയെ പെൺകുട്ടിയെ ഏൽപ്പിക്കുന്നു. ആ CWCയുടെ കൗൺസിലേഴ്സ് സംസാരിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തറിയുന്നത്. കേവലം ഒരു 15 വയസ്സ് മുതൽ തുടങ്ങിയത്, ഇപ്പോൾ പെൺകുട്ടിക്ക് 18 വയസ്സായി, 15 വയസ്സ് മുതൽ തുടങ്ങിയ പീഡനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യഘട്ടത്തിൽ പീഡനം നടക്കുന്നു. അത് വീടിന് പരിസരത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു പീഡനം നടക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് സ്കൂളുമായി ബന്ധപ്പെട്ട് കായിക താരമായിരുന്നു, അതിൽ ചില ആളുകൾ പീഡിപ്പിക്കുന്നത്. അത് ചില സ്ഥലങ്ങളടക്കം കൃത്യമായ രീതിയിൽ പെൺകുട്ടി പറയുന്നുണ്ട്. അത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പരിസരം, പത്തനംതിട്ട ചുട്ടിപ്പാറ മല അടക്കമുള്ള ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അത് സംഘം ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം പെൺകുട്ടി പിന്നീട് ഈ ആളുകളിലേക്ക് വീണ്ടും പോകാൻ നിർബന്ധിതരായി എന്ന് പറയുന്നു. എന്തായാലും 5 പേരുടെ അറസ്റ്റ്. അത് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, ഈ പെൺകുട്ടിക്ക് സ്വന്തമായി ഫോൺ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഈ ആളുകൾ വിളിച്ചിരുന്നതും. അച്ഛന്റെ മൊബൈൽ ഫോൺ മുഖാന്തരമാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിരുന്നതും. ഇതിൽ നിന്നൊക്കെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഈ ആളുകളുടെ ഏറ്റവും ഒടുവിൽ ഈ ഫോൺ പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നു. അങ്ങനെയാണ് 32 നമ്പർ, അത് ഈ ഫോണിൽ തന്നെ സേവ് ചെയ്തിരുന്ന 32 നമ്പറാണ്. അതിൽ ഏറ്റവും ഒടുവിൽ 5 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ തന്നെ റാന്നി പോക്സോ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. മറ്റൊരു പോക്സോ കേസിൽ ജയിലിൽ കിടക്കുന്ന പ്രതിയും ഈ കേസിൽ പ്രതിയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യം. അയാൾ ഇപ്പോൾ മറ്റൊരു കേസിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. ജാമ്യം ലഭിച്ചിട്ടില്ല, ശിക്ഷ അനുഭവിക്കുകയാണ്. അയാളും ഈ കേസിൽ പ്രതിയാണ്. അയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം 13ഓളം പേരുടെ പേരുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും 60 പേരുകൾ കൃത്യമായ രീതിയിൽ ഈ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട്. അവരുടെ വീടുകൾ ഓർമ്മയുണ്ട്. അവരുടെ കൃത്യമായ ഒന്നില്ലെങ്കിൽ അവരെക്കുറിച്ച് അവരെ ബന്ധപ്പെടാവുന്ന തരത്തിലുള്ള വിവരങ്ങൾ ഈ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട്. ഇത് കൂടാതെ ഒരാളുടെ പേരിൽ കൃത്യമായ രീതിയിൽ ആ പെൺകുട്ടിക്ക് പറയാൻ കഴിയുന്നില്ല, പക്ഷേ ഏതാണ്ട് രൂപസാദൃശ്യം ആ പെൺകുട്ടിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ വെച്ച് ഒരു മൊഴിയെടുപ്പ് നടക്കുകയാണ്. അതിനിടയിലാണ് മൊബൈൽ ഫോണിന്റെ പരിശോധന നടക്കുന്നത്. ചില ദൃശ്യങ്ങളടക്കം ഈ മൊബൈൽ ഫോണിലുണ്ട്, പീഡന ദൃശ്യങ്ങളടക്കം ഈ മൊബൈൽ ഫോണിലുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും
ഞെട്ടിക്കുന്ന സംഭവമാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ ഈ സംഘത്തെ നയിക്കും. പത്തനംതിട്ട SP വി ജി വിനോദ് കുമാറാണ് ഈ സംഘത്തിന്റെ മുഴുവൻ മേൽനോട്ട ചുമതലയും വഹിക്കുന്നത്. എന്തായാലും നിർണായകമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. CWC ചെയർമാൻ നടത്തിയ ഒരു ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരമൊരു കേസ് പുറത്തു വരുന്നത്. പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയടക്കം ഇന്നലെ രാത്രി വൈകിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ വരുന്നയാളാണ്. അങ്ങനെയാണ് ഈ ഫോൺ അടക്കം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പെൺകുട്ടിക്ക് അവസരം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. എന്തായാലും ഒരു 15 വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി കൃത്യമായ രീതിയിൽ ഇത്രയധികം ആളുകൾ പീഡിപ്പിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഇന്ന് ഉണ്ടാകാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള മൊഴിയെടുപ്പ്, നമ്മൾ ഈ പറയുന്ന പോലെ കേസ് എന്നൊക്കെ പറയുമ്പോൾ മൊഴിയെടുപ്പ് അത്തരം കാര്യങ്ങളിലൂടെ ഒരു ചെറിയ കുട്ടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു കൗൺസിലറുടെ സാന്നിധ്യത്തോടു കൂടെ മാത്രം ആ കുട്ടിയെ ഇതിന് വിധേയമാക്കുക. പക്ഷേ എപ്പോഴും മാതാപിതാക്കളും ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ എത്രത്തോളം, ഇപ്പോൾ ശ്രീജിത്ത് പറയുന്നുണ്ടായിരുന്നു അവസാനം എല്ലാ ദിവസവും പിതാവ് മദ്യപിച്ചു വരുന്നു. പശ്ചാത്തലമൊക്കെ ഇതിൽ എങ്ങനെയാണ് ബാധിച്ചത് ആ കുട്ടിയെ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ, അത് അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് ഏതാണ്ട് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൃത്യമായി എന്തൊക്കെ സംഭവിച്ചു, ഇത് മുതലെടുത്തത് ആരാണ്, അവരൊക്കെ എന്തായാലും നിയമത്തിന് മുന്നിൽ വരികയും വേണം, കൊണ്ടുവരികയും വേണം. തീർച്ചയായിട്ടും ഓരോ കുടുംബങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് സ്വാതന്ത്ര്യത്തോടുകൂടെ അവരുടെ കാര്യങ്ങൾ പറയാനും അവർക്ക് വേണ്ട എല്ലാ നല്ല സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനും, കാരണം നമ്മുടെ ജനിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ കുടുംബത്തിൽ ജന്മം എടുക്കുന്നു. അത് ചിലപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമായിരിക്കാം. പക്ഷെ എന്തായാലും നമ്മുടെ തലവര മാറ്റാൻ നമുക്കാകും. അതിനുള്ള സാഹചര്യം കൂടെ ഒരുക്കപ്പെട്ടാൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ട മാതാപിതാക്കളാണ്. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. യെസ്. അപ്പോൾ എന്തായാലും അതിൽ അന്വേഷണം നടക്കട്ടെ. അത് കൂടുതൽ വിവരം ഇന്ന് പുറത്തു വരികയും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. മണ്ണൂക്കാവിൽ നമ്മുടെ നടത്തം എങ്ങനെ പോകുമ്പോൾ നമുക്ക് പിറകിലായി നല്ല കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാടമാണ്. ആ പാടത്തേക്ക് കോട ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കുറച്ചെങ്കിലും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. സൂര്യപ്രകാശം കുറച്ചുകൂടി അടുത്ത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള കുറേ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. മനോഹരമായ ഒരു പെയിന്റിങ്ങിന്റെ ഒരു ചീന്ത് പോലെ ഒരു ദൃശ്യം. അപ്പൊ നമുക്ക് അടുത്ത വാർത്ത അല്ലേ? അടുത്ത വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഉദാരനായ പ്രൊഡ്യൂസർ അരുൺ കുളക്കട നമ്മളോട് കുറച്ച് കമന്റ് ഒക്കെ വായിച്ചോളാൻ പറയുന്നുണ്ട്. അരുൺ, താങ്ക് യു സോ മച്ച്. പിന്നെ ഷീജ MK തോമസ് ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. സാഫിയ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ചു നേരമായി വന്നിട്ട്. പിന്നെ ഭൈരവൻ, നമ്മുടെ മൈൻഡ് സെറ്റ് അന്ധവിശ്വാസങ്ങളിൽ പെട്ടുഴലുന്നുണ്ട്. ഒരു വേള ഭരണഘടനയെ പോലും അവർ അറിയാതെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ്. അപ്പോൾ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ മാറാനുള്ള സമയമായി. നമ്മളൊരു 10-15 വർഷം കൂടെ മുന്നോട്ട് ഓടി പോകാൻ ഓരോ ആൾക്കാരും നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഓട്ടത്തിനൊരു പ്രയോജനം ഉണ്ടാകും. ഭരണകൂടത്തെ അതിനുവേണ്ടി പ്രേരിപ്പിക്കാൻ നമുക്കാകും. റഹീം ആധൂർ ഒരു കമന്റ് തരുന്നു. സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നും പാവപ്പെട്ട രോഗികൾക്ക് കൃത്യമായ മരുന്നുകൾ കിട്ടുന്നില്ല എന്നൊരു പരാതി വരുന്നുണ്ട്, ഒന്ന് അന്വേഷിക്കണം പ്ലീസ് എന്ന് പറയുന്നു. നമുക്കത് അന്വേഷിക്കാം. എവിടെയാണ് വാർത്തയിലേക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു. നമ്മുടെ റഹീസ് ഇവിടെ ചെന്നൈയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ DMK മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് DMK സീറ്റ് ഏറ്റെടുത്തു. സ്റ്റാലിൻ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് സീറ്റ് വിട്ടു നൽകുന്നതെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സെൽവ പേരുതുകെ പറഞ്ഞു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് വിട്ടുകൊടുക്കുന്ന സാഹചര്യം, അതും DMKക്ക് എന്താണ് അപ്പോൾ അവിടുത്തെ ഒരു മത്സര സാഹചര്യം എന്താണ്? ഒരു വിന്നിംഗ് സീറ്റ് എന്ന രീതിയിൽ പറയാൻ പറ്റുമോ ഇനിയിപ്പോൾ DMKക്ക്? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ സീറ്റ് പിടിച്ചെടുത്തു എന്ന് പറയുന്നതാകും ഏറ്റവും അധികം ശരി. കാരണം അത് ഈ DMK ഏറ്റെടുത്തു എന്നതിനപ്പുറം പിടിച്ചെടുത്തു എന്നുള്ളതാണ് കൃത്യം കാര്യം. ഈ സീറ്റ് 2 തവണ മുൻപ് DMK മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്നീട് മത്സരിക്കുകയും 2 തവണ വിജയിക്കുകയും ചെയ്തു. ശേഷം ഈ ഒരു 4 വർഷത്തിനിടയിൽ രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം സാക്ഷിയാകുന്നത്. കാരണം അവിടെ MLA ആയിരുന്ന വ്യക്തിയും ഒപ്പം തന്നെ മുതിർന്ന മുൻ കോൺഗ്രസിന്റെ നേതാവ് EVK ഇളങ്കോവന്റെ മരണത്തിനെയും തുടർന്ന് വീണ്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്.
അപ്പോൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ മനസ്സിലായിരുന്നത്. പക്ഷേ പിന്നീട് DMK നേതാക്കളൊക്കെയും ഈ മണ്ഡലത്തിലെ DMK നേതാക്കൾ സ്റ്റാലിനെ കണ്ട് ഈ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ DMK ഈ സീറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഈ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വിനയായത് ഈ മണ്ഡലത്തിൽ പ്രമുഖമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞില്ല. അത്തരത്തിലൊരു പ്രമുഖ മുഖമില്ലാതായി പോയത് കോൺഗ്രസിന് വളരെയധികം തിരിച്ചടിയായിട്ടുണ്ട്. ഒപ്പം തന്നെ DMK കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ഈ EVK സിലങ്കോവന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ആ സീറ്റ് നൽകാമെന്നാണ്. പക്ഷേ PCC ഏറെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവിടുത്തെ ഒരു ആ കുടുംബത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവിടെ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കുടുംബം മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് MK സ്റ്റാലിൻ PCC പ്രസിഡന്റ് സെൽവ പെരുന്തകയെ കാണുകയും ഒപ്പം തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് തങ്ങൾക്ക് ഈ സീറ്റ് വേണം എന്ന് പറയുകയും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പണവും അത് കോൺഗ്രസിനൊരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഫാക്ടറുകൾ ഒരുമിച്ച് വരികയും DMK കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിലും DMK കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പക്കലുള്ള ഒരു സീറ്റ് കൂടി DMK പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ്. 25 സീറ്റുകളിൽ മത്സരിച്ച് കഴിഞ്ഞ തവണ 18 സീറ്റുകളൊക്കെ ജയിച്ച് നല്ല വിന്നിംഗ് സ്ട്രൈക്ക് ഉള്ള ഒരു പാർട്ടിയാണ്. എന്തായാലും ഈ സീറ്റിൽ DMK മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയുമില്ല. കാരണം കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഈ സീറ്റ് DMK മുന്നണി അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയിൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നവും നിലവിൽ നേരിടുന്നില്ല. ഒപ്പം ശരി റഹീസ്, എന്തായാലും റഹീസ് പറഞ്ഞത് ഏറ്റെടുത്തു എന്ന് പറയുന്ന കാരണം DMK ആ സീറ്റ് പിടിച്ചെടുത്തു എന്ന രീതിയിൽ പറയുന്നു എന്നുള്ളതാണ്. എന്തായാലും നോക്കാം അത് എത്രമാത്രം അത് DMKയുടെ സിറ്റിംഗ് സീറ്റ് അല്ലെങ്കിൽ സ്വന്തം സീറ്റായി മാറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വഴിയെ കണ്ടറിയാം. പക്ഷേ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് ഏറെ പ്രാമുഖ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നോക്കി കാണാം. അപ്പോൾ റഹീസ്, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.